അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ ഞാൻ പറയാൻ പോകുന്നൊരു വിഷയം വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ്. പ്രത്യേകിച്ച് മുജാഹിദ് പ്രസ്ഥാനം എന്ന് പറയപ്പെടുന്ന വിഭാഗങ്ങളിൽപ്പെട്ട ഒരു വിഭാഗമാണ് വിസ്റ്റം വിഭാഗം. അവരും അറിയപ്പെടുന്നത് മുജാഹിദ് വിഭാഗം എന്ന പേരിലാണ് നാട്ടിൽ അറിയപ്പെടുന്നത്. അതിലൊരു പ്രഗത്ഭ പണ്ഡിതനാണ് ഫൈസൽ മൗലവി എന്ന് പറയുന്ന ആൾ. അദ്ദേഹം ഇപ്പോൾ അടുത്തൊരു പ്രഭാഷണത്തിൽ ഒരു കാര്യം പറയുകയുണ്ടായി. വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ്. എന്ന് വെച്ചാൽ ചെറിയൊരു വിഷയമേ അല്ല. അതിൻ്റെ ഗൗരവം എന്ന് വെച്ചാൽ വലിയ വിഷയമാണ്. ഒരു പച്ചയായ ഒരു ശിർക്കാണ് അദ്ദേഹം ആ വിഷയത്തിൽ വെച്ചാൽ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ അടിത്തറ ഇളക്കുന്ന ഒരു വാദം അദ്ദേഹം പറയുകയുണ്ടായി. എന്താണ് ആ വാദം എന്ന് വെച്ചാൽ അദ്ദേഹം പറയുന്നത് ഷിർക്കിന് പ്രതിഫലനമുണ്ട് എന്നാണ്. എന്ന് വെച്ചാൽ അദ്ദേഹം അത് ഒന്നും കൂടി വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ ഞാനത് സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറയാം. ഇപ്പോൾ നമ്മൾ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു അല്ലേ? അപ്പോൾ ഏത് ആരോടാട്ടെ, ഇപ്പോൾ ഗുരുവായൂർ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുന്നവരാകാം, ഏതെങ്കിലും മറ്റുള്ള ആരാധ്യ വസ്തുക്കളോട് പ്രാർത്ഥിക്കുന്നവരാകാം, അതല്ലെങ്കിൽ മറ്റുള്ള ജാരത്തിൽ പോയി പ്രാർത്ഥിക്കുന്നവരാകാം, പിശാചിനോട് പ്രാർത്ഥിക്കുന്നവരാകാം, ആരോട് പ്രാർത്ഥിക്കുന്നവരാകട്ടെ, അതിന് പ്രതിഫലം കിട്ടുമെന്നാണ്, അള്ളാഹു അതിന് ഉത്തരം കൊടുക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്ന് വെച്ചാൽ ഇപ്പോൾ എന്താ ചേനരിലുള്ള അബൂബക്കറാജി ഗുരുവായൂർ തുലാഭാരം നടത്തിയപ്പോൾ കുട്ടീനെ കിട്ടിയല്ലോ. അതുപോലെ ശബരിമലയിലേക്ക് പോയി ആരോ നേർച്ച ചെയ്തപ്പോൾ അവിടെയും കുട്ടിയെ കിട്ടിയല്ലോ. അദ്ദേഹം പറയുന്നത് അങ്ങനെ ചെയ്താൽ അതിന് അള്ളാഹു ഉത്തരം കൊടുക്കുമെന്ന്. അവരല്ല, അദ്ദേഹം പറയുന്നത് അള്ളാഹു അതിന് ഉത്തരം കൊടുക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ കുട്ടികളെ കിട്ടാം, അങ്ങനെ അവരുടെ കാര്യസാധ്യം അള്ളാഹു എന്ത് ചെയ്യും, അതിന് പകരമായിക്കൊണ്ട് അള്ളാഹു നൽകുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്നത് പോലും നമുക്ക് വിഷമം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം അദ്ദേഹം ഏതോ ഒരു വലിയ വിസ്റ്റം വിഭാഗത്തിൻ്റെ വലിയ ഒരു പണ്ഡിതനും ഒരുപാട് ഫത്വ നൽകുകയും പ്രഭാഷണങ്ങൾ നടത്തുകയും മുഖാമുഖങ്ങൾ നടത്തുകയും ചെയ്യുന്നത് മാത്രമല്ല, ഒരു കോളേജ് പോലും അദ്ദേഹം നടത്തുന്നുണ്ട്. മിനി ഊട്ടിയിൽ അദ്ദേഹം ഒരു കോളേജ് നടത്തിക്കൊണ്ട് അവിടെ ഇസ്ലാമിക വിദ്യാർത്ഥികൾ വാർത്തെടുത്ത് പണ്ഡിതന്മാരെ വാർത്തെടുക്കുന്ന അൽ ഹിക്കിമി ബിരുദം കൊടുത്തുകൊണ്ട് പണ്ഡിതന്മാരെ വാർത്തെടുക്കുന്ന ഒരു സ്ഥാപനത്തിൻ്റെ വലിയ ഒരു പണ്ഡിതനാണ്, അവിടുത്തെ ഏറ്റവും വലിയ ഉസ്താദ് കൂടിയാണ് അദ്ദേഹം. എന്താണ് അദ്ദേഹം പറഞ്ഞതെന്ന് അദ്ദേഹത്തിന് അറിയാതെ പറ്റിപ്പോയതാണോ അള്ളാഹു ആലം. പക്ഷേ അദ്ദേഹം പറഞ്ഞതിൻ്റെ ഗൗരവം നമ്മളൊന്ന് പറഞ്ഞു തരാം. എന്താണ് അദ്ദേഹം പറയുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മളിൽ മുസ്ലിമീങ്ങൾ ആരെങ്കിലും എവിടെയെങ്കിലും അമ്പലങ്ങളിലോ, ഓരോ ആളുകൾക്ക് ഓരോ മതക്കാർക്ക് ഓരോ വിശ്വാസമുണ്ട്, അത് അവരനുസരിച്ച് ജീവിക്കട്ടെ. നമ്മൾ മുസ്ലിമീങ്ങളാണല്ലോ, നമുക്കൊരു വിശ്വാസമുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് മുജാഹിദ് പ്രസ്ഥാനം ഒരു വിശ്വാസം ഇവിടെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഏതെങ്കിലും വിഗ്രഹത്തിൻ്റെ മുന്നിലോ ഏതെങ്കിലും അമ്പലങ്ങളിലോ ഏതെങ്കിലും ജാറങ്ങളിലോ ഏതെങ്കിലും മരിച്ചുപോയ മഹാത്മാരുടെ അല്ലെങ്കിൽ മറ്റുള്ള വിഗ്രഹങ്ങളിലോ ആരോടെങ്കിലും പ്രാർത്ഥിക്കുകയാണെങ്കിൽ, പൂജിക്കുകയാണെങ്കിൽ, പ്രാർത്ഥിക്കുകയാണെങ്കിൽ, അവരോട് തേടുകയാണെങ്കിൽ അതിന് അള്ളാഹു ഉത്തരം നൽകും. അവരെല്ലാം ഉത്തരം നൽകുന്നതാണ് പറയുന്നത്. അദ്ദേഹം പറയുന്നത് അള്ളാഹു ഉത്തരം നൽകും. ഇത് വളരെ മാരകമായ ഒരു പച്ച ശിർക്കൻ വിശ്വാസമാണ്. കാരണം നമ്മളൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പോൾ നമുക്ക് കുട്ടികളില്ല, അദ്ദേഹം അതിനതാണ് ഉദാഹരണം പറഞ്ഞത്. നമുക്ക് കുട്ടികളില്ല, നമ്മൾ കുട്ടികളെ കിട്ടാൻ വേണ്ടി പലവരും പല രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ഇപ്പോൾ ചിലവർ കുട്ടികളെ കിട്ടാൻ വേണ്ടി ഇപ്പോൾ ഗുരുവായൂർ അമ്പലത്തിലോ ശബരിമല അമ്പലത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും മമ്പറത്തോ പുത്തമ്പള്ളിയിലോ അജ്മീറിനോ അവിടെ മരിച്ചു പോയ ആളുകളെ വിളിച്ചോ മറ്റുള്ള വിഗ്രഹങ്ങളെ വിളിച്ചോ മറ്റുള്ളവർ അമ്പലങ്ങളിലോ പോയിട്ട് അവരോട് പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ അവർക്ക് എന്ത് ചെയ്യുന്നു, അതിന് പ്രതിഫലമായിക്കൊണ്ട് അള്ളാഹു കുട്ടിയെ കൊടുക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിനോട് നമുക്കിത് പറഞ്ഞപ്പോൾ പറയാനുള്ളത്, അദ്ദേഹത്തിന് അറിയുന്ന ആളുകൾ ഇത് പറഞ്ഞു കൊടുക്കണം. കുഞ്ഞു മുഹമ്മദ് മദനി എന്ന് പറയുന്ന ഖുർആൻ പരിഭാഷ എഴുതിയ ആളുണ്ട്, ഹുസൈൻ സലഫി ഉണ്ട്, അവരുടെ നേതാക്കളുണ്ട്. അദ്ദേഹത്തിന് തെറ്റുപറ്റിയതാണ്, അദ്ദേഹത്തിന് നമ്മൾ തിരുത്തി കൊടുക്കേണ്ട ബാധ്യത ഉണ്ട്. അത് മിണ്ടാതിരിക്കാൻ പാടില്ല. ഇവിടെ ഈ പ്രാർത്ഥനയ്ക്കല്ല ഉത്തരം കിട്ടുന്നത്, പ്രത്യേകം മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ നമുക്കൊരു കുട്ടിയെ കിട്ടിയില്ല, നമ്മൾ പലതും ചെയ്തു, ഹജ്ജ് ചെയ്തു. വേങ്ങര അബൂബക്കറാജി, ചേന്നര അബൂബക്കറാജി ഹജ്ജിന് വരെ പോയിട്ടുണ്ട്, എന്നിട്ടും അദ്ദേഹത്തിന് കുട്ടിയെ കിട്ടിയില്ല. ഗുരുവായൂർ തുലാഭാരം നടത്തി അദ്ദേഹം കുട്ടിയെ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്നത് അങ്ങനെ കൊടുക്കുമെന്നാണ്. അള്ളാഹു കൊടുക്കുന്ന, ഒരിക്കലും കൊടുക്കൂല. അതിനല്ല അള്ളാഹു കൊടുക്കുന്നത്. അദ്ദേഹത്തിന് ഇസ്ലാമിനെ പറ്റി അറിയാതെ പോയി ഫൈസൽ മൗലവിക്ക് എന്തോ അള്ളാഹു ആലോ എന്ത് പറ്റി അദ്ദേഹത്തിനെന്ന്. ഒരു ആൾക്ക് എന്താണോ എപ്പോൾ അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ വ്യക്തമായ വിഷയം പറയുന്നുണ്ട്. ചിലവർക്ക് ഞാൻ ആൺകുട്ടികളെ മാത്രം കൊടുക്കും, ചിലവർക്ക് ഞാൻ പെൺകുട്ടികളെ മാത്രം കൊടുക്കും, ചിലവർക്ക് ഞാൻ മക്കളെ തന്നെ കൊടുക്കുകയില്ല, ചിലവർക്ക് ഞാൻ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഇടകലർത്തി കൊടുക്കുമെന്ന് അള്ളാഹു പറയുന്നു. ഒരു ആൾക്ക് കുട്ടിയെ കിട്ടണോ വേണ്ടയോ എന്ന് അള്ളാഹു മുമ്പേ രേഖപ്പെടുത്തി വെച്ചതാണ്. അള്ളാഹു മുമ്പേ രേഖപ്പെടുത്തി വെച്ച സംഭവം. ഇത്രാം കൊല്ലത്തിൽ, ഇത്രാം മാസത്തിൽ, ഇത്ര ദിവസത്തിൽ, ഇന്ന സമയത്ത് അവരുടെ ഭാര്യ പ്രസവിക്കുമെന്നും ഇന്ന ആളായിരിക്കുക ഭാര്യയെന്നും ആ കുട്ടി ഇന്നതായിരിക്കുമെന്നും ആ കുട്ടിക്ക് എത്ര വയസ്സ് ജീവിക്കുമെന്നും ആ കുട്ടിക്ക് കുട്ടിക്ക് വേറെ കുട്ടികളുണ്ടാകുമെന്നും എല്ലാം അള്ളാഹു മുമ്പേ രേഖപ്പെടുത്തി വെച്ചതാണ്. അത് ആ സമയത്ത് നടക്കുന്നു, സന്ദർഭത്തിൽ നടക്കുന്നു എന്ന് മാത്രം. അതല്ലാതെ ഈ ഷിർക്കിന് പ്രതിഫലം അള്ളാഹു കൊടുക്കുന്നതല്ല. ഏതെങ്കിലും മരിച്ചവരോടോ അമ്പലങ്ങളിലൂടോ വിഗ്രഹങ്ങളിലൂടോ അവരോട് തേടിയപ്പോൾ അള്ളാഹു അതിന് ഉത്തരം കൊടുക്കുന്നതല്ല.
ഒരിക്കലും ശിർക്കിന് പ്രതിഫലം കൊടുക്കുന്നതല്ല. അള്ളാഹു മുമ്പേ രേഖപ്പെടുത്തി വെച്ച ഒരു കാര്യം ഒരു കുട്ടി ആ സമയത്തും സന്ദർഭത്തിലും സമയത്തിലും ദിവസത്തിലും ആ ആൾക്ക് അള്ളാഹു ആ സമയത്ത് നൽകുന്നു എങ്കിൽ ഈ പോക്കും ഈ വരവും ഈ പറയലോ ഇദ്ദേഹത്തിനൊരു പരീക്ഷണമാണ്. ആ കുട്ടി ഞാൻ ഇന്ന അമ്പലത്തിൽ പോയതുകൊണ്ട് ഇന്ന ദേവിയോട് പ്രാർത്ഥിച്ചതുകൊണ്ട് ഇന്ന പാപ്പാനോട് ഇന്ന ഔലിയോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന ജാറത്തിൽ പോയി പ്രാർത്ഥിച്ചുകൊണ്ടാണ് എനിക്കിത് കിട്ടിയെന്ന് ആൾ വിശ്വസിക്കുന്നു. അവരുടെ അള്ളാഹുവിൻ്റെ ഒരു പരീക്ഷണമാണത്. ആ സമയവും സന്ദർഭവും എല്ലാം ഒത്തുവരിക എന്ന് മാത്രമുള്ളതാണ് അവിടെ നടക്കുന്നത്. അല്ലാതെ ഈ പ്രാർത്ഥനക്കോ ഈ പൂജക്കോ ഈ ആരാധനക്കോ അള്ളാഹു ശിർക്കിനോ ഉത്തരം നൽകുന്നതല്ല. അങ്ങനെ ഒരിക്കലും നൽകില്ല. ഇത് ഫൈസൽ മൗലവിക്ക് തൗഹീദ് പറഞ്ഞു കൊടുത്ത് അദ്ദേഹത്തെ നമ്മൾ ഇസ്ലാമിലേക്ക് പൂർണ്ണമായി കൊണ്ടുവരണം. അദ്ദേഹത്തിന് തെറ്റുപറ്റിയതാണ്, പിശാചിൻ്റെ വിശ്വാസത്തിൽ പെട്ടുപോയതാണ്. ഫൈസൽ മൗലവിയെ പെട്ടുപോയത് കൊണ്ട് കുഴപ്പമില്ല. അദ്ദേഹത്തെ ഒരാളെയല്ല തിരുത്തേണ്ടത്. 10,000-കണക്കിന് ആളുകൾ ഇത് വിശ്വസിച്ചുകൊണ്ട് വിശ്വത്തിൽ നിൽക്കുന്നു. അവർ പറയുന്ന ഫൈസൽ മൗലവി പറഞ്ഞത് ശരിയാണ്, അങ്ങനെ ശിർക്കിന് പ്രതിഫലനമുണ്ട്, അങ്ങനെ മരിച്ചവരെ വിളിച്ചോ അമ്പലത്തിൽ പോയോ ഇവിടെയൊക്കെ പ്രാർത്ഥിച്ചാൽ അള്ളാഹ് ഉത്തരം നൽകുമെന്ന് വിശ്വസിക്കുന്നു. അള്ളാഹ് ഒരിക്കലും അതിന് ഉത്തരം നൽകില്ല. ശിർക്കിന് ഒരിക്കലും അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ച ഉത്തരം നൽകില്ല. ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? അദ്ദേഹത്തിന് എപ്പോഴാണോ ഒരു കുട്ടിയെ വേണ്ടത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് എപ്പോഴാണോ അസുഖം മാറേണ്ടത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് എപ്പോഴാണോ ഒരു നന്മ വേണ്ടത്, അത് അള്ളാഹ് മുമ്പ് രേഖപ്പെടുത്തി വെച്ച് കഴിഞ്ഞു. അത് ആ സമയത്ത് നടക്കുന്നു. ഇവിടെ നടത്തിയത് കൊണ്ടോ ഇദ്ദേഹത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടോ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചുകൊണ്ടോ കിട്ടുന്നതല്ല. അങ്ങനെ വിശ്വസിച്ചാൽ അത് ഷിർക്കാണ്. അത് ഫൈസൽ മൗലവി വിശ്വസിച്ചാലും മുജാഹിദ് വിശ്വസിച്ചാലും ആര് വിശ്വസിച്ചാലും പച്ച ഷിർക്കാണ്. ഷിർക്കിന് പ്രതിഫലമുണ്ടെന്നും ഷിർക്കിന് അള്ളാഹു ഉത്തരം നൽകുമെന്ന് അല്ലാത്തവർ വിളിച്ച് പ്രാർത്ഥിച്ച ഉത്തരം കിട്ടുമെന്ന് വിശ്വസിക്കുന്നവർ മുശ്രിക്ക് വിശ്വാസക്കാരാണ്. എന്തൊരു കഷ്ടമാണിത്. അള്ളാഹു മുമ്പ് രേഖപ്പെടുത്തി വെച്ച കാര്യം ആ സമയവും സന്ദർഭവും അനുസരിച്ച് ഒത്തുവരുന്നു എന്ന് മാത്രം, അല്ലാതെ ഇവർ പ്രാർത്ഥിച്ചുകൊണ്ട് കിട്ടുന്നതല്ല. എന്തൊക്കെയാണ് ഫൈസൽ മൗലവി പറയുന്നത്? അദ്ദേഹത്തെ നമുക്ക് യഥാർത്ഥ മുസ്ലിമാക്കി മാറ്റണം. അദ്ദേഹം പച്ച ശിർക്ക് വിശ്വാസത്തിലാണ്, അല്ലെങ്കിൽ അദ്ദേഹം അത് വിശദീകരിക്കണം, അല്ലെങ്കിൽ അദ്ദേഹം തിരുത്തണം. അദ്ദേഹം എന്താണ് ഉദ്ദേശിച്ചത്? പക്ഷെ അദ്ദേഹം വ്യക്തമായി പറയുന്നു, അങ്ങനെ പ്രാർത്ഥിച്ചാൽ അള്ളാഹു ആണ് ഉത്തരം നൽകുന്നതെന്ന് പറയുന്നു. പ്രാർത്ഥിച്ചതിന് അള്ളാഹു ഉത്തരം നൽകുന്നതല്ല ഫൈസൽ മൗലവി. അള്ളാഹു ഉദ്ദേശിച്ച മുമ്പേ രേഖപ്പെടുത്തി വെച്ച കാര്യമാണ്. ഇയാൾക്ക് ഇന്നത് വരും, ഇന്നത് സമയത്ത് ഇന്ന കുട്ടി ഇത്ര വയസ്സ് വരെ ഇന്ന സമയത്ത് ഇന്ന സെക്കൻഡിൽ ആൾ പ്രസവിക്കും, അതിന് ഇത്ര മക്കളുണ്ടാവും, അവർക്ക് ഇത്ര മക്കളുണ്ടാവും, അവരെ തലമുറകൾ ഇത്ര ഉണ്ടാകും. ഇതൊക്കെ അള്ളാഹ് മുമ്പ് രേഖപ്പെടുത്തിയതാണ്. അത് ഇത് പ്രാർത്ഥിച്ചപ്പോൾ കിട്ടിയതല്ല. പക്ഷേ ഈ സമയവും സന്ദർഭവും ഒത്തുവരുന്നത് ഇവർക്കൊരു പരീക്ഷണമാണ്. അത് കേൾക്കുന്നവർക്കും കാണുന്നവർക്കും പരീക്ഷണമാണ്, നിങ്ങളെപ്പോലുള്ളവർക്കും പരീക്ഷണമാണ്. അപ്പോൾ നിങ്ങളെ പരീക്ഷണത്തിൽ തോറ്റുപോയില്ലേ? അള്ളാഹു അങ്ങനെ ഉത്തരം നൽകുമെന്ന് നിങ്ങൾ വിശ്വസിച്ചില്ലേ? അങ്ങനെ വിശ്വസിക്കാൻ പാടില്ല. അവിടെ നിങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടത് എന്താണ്? ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടല്ല ആ കുട്ടിയെ കിട്ടിയത്, അവിടെ പോയത് കൊണ്ടുമല്ല. അള്ളാഹു അയാൾക്ക് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്, ഇന്ന സമയത്ത് ഇത്ര വയസ്സിൽ ഇന്ന ദിവസത്തിൽ ഇന്ന മാസത്തിൽ ഇന്ന സന്ദർഭത്തിൽ ഇയാൾക്കൊരു കുട്ടിയെ അള്ളാഹ് മുമ്പ് രേഖപ്പെടുത്തി വെച്ചതാണ്. അത് ആ സമയത്ത് ലഭിച്ചു എന്ന് മാത്രം. ഇദ്ദേഹത്തിൻ്റെ ഇയാൾ ശിർക്ക് ചെയ്തുകൊണ്ട് അള്ളാഹു ഉത്തരം നൽകിയതല്ല. അത് പറഞ്ഞു കൊടുക്കണ്ടേ? അത് നിങ്ങൾക്ക് മുമ്പേ അള്ളാഹു രേഖപ്പെടുത്തിയതാണ്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കൊരു പരീക്ഷണമാണ്. നിങ്ങളതിൽ പിശാചിൻ്റെ വസ്വാസിൽപ്പെട്ട് നിങ്ങളിങ്ങനെ വിശ്വസിച്ചാൽ നിങ്ങൾ നരകത്തിൽ പോകും. അപ്പോൾ നിങ്ങൾ പറഞ്ഞു കൊടുക്കണ്ടേ? നിങ്ങളത് ചെയ്തുകൊണ്ടല്ല കുട്ടിയെ കിട്ടിയത്. നിങ്ങൾക്ക് ആദ്യമേ ഈ കുട്ടി അവിടെ പോയാലും പോയില്ലെങ്കിൽ ഈ കുട്ടിയെ കിട്ടും. ആ അമ്പലത്തിൽ പോയാലും ആ പാപ്പടത്ത് പോയാലും ആ ദർഗയിൽ പോയില്ലെങ്കിലും ആ ദർഗയിൽ പോയാലും പോയില്ലെങ്കിലൊക്കെ നിങ്ങൾക്ക് ഈ കുട്ടിയെ കിട്ടും. അത് അള്ളാഹു മുമ്പ് രേഖപ്പെടുത്തി വെച്ചതാണ്. അത് അള്ളാഹു തരും. അത് ഷിർക്കിന് പ്രതിഫലം തരുന്നതല്ല. ഷിർക്കിന് പ്രതിഫലം തരുന്നതെന്ന് വെച്ചാൽ അവൻ മുശ്രിക്കായി ചത്തുപോകും. നമുക്കങ്ങനെ ഫൈസൽ മൗലിയെ മുശ്രിക്കാക്കിയും ജീവിതത്തിൽ അദ്ദേഹത്തിനൊരു പരീക്ഷണം വന്നു വിചാരിക്കുക, അദ്ദേഹത്തെ വിട്ടുകൊടുക്കാൻ പറ്റുമോ? കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂരില്ലേ? അദ്ദേഹത്തിന് അറിയാത്തതല്ലോ. ഹുസൈൻ സലഫിയില്ലേ? അറിയാത്ത ആളല്ലല്ലോ. പറഞ്ഞു കൊടുക്കണം. നിങ്ങൾ മിണ്ടാതിരുന്നാൽ നിങ്ങൾ കുറ്റക്കാരാവില്ലേ? ഒരുപാട് അണികൾ ഇത് വിശ്വസിക്കുകയാണ്. അമ്പലത്തിൽ പോയി പ്രസംഗിച്ചാൽ, അമ്പലത്തിൽ പോയി തേടിയാൽ, ഈ വിഗ്രഹങ്ങളോട് തേടിയാൽ, മരിച്ചുപോയവരോട് തേടിയാൽ അതിനും അള്ളാഹു ഉത്തരം കിട്ടുമെന്ന് പറയുകയാണെങ്കിൽ ഈ ആളുകൾ വിചാരിക്കൂലേ, എന്തപ്പോൾ ഇനിയിപ്പോൾ ശിർക്ക് ചെയ്ത് അള്ളാഹിനോടാണ് പൊറുക്കലിനെ തേടണം, ഇങ്ങനെ കിട്ടുന്നുണ്ടല്ലോ, അള്ളാഹ് തരുമല്ലോ, അപ്പോൾ ഏതെങ്കിലും അമ്പലത്തിൽ പോയിട്ട് എൻ്റെ ഭക്ഷണത്തിനോ ഒരു കുട്ടിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു വിചാരിച്ചാലോ, അത് കഴിഞ്ഞിട്ട് ഞാൻ അള്ളാഹിനോട് പൊറുക്കലിനെ തേടി തൗബ ചെയ്യണമെന്ന് വിചാരിച്ചാലോ എങ്ങനെ ഉണ്ടായിരിക്കും അവസ്ഥ? കാരണം അവർക്കൊരു കുട്ടിയെ കിട്ടുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമാണോ? ഏറ്റവും വലിയൊരു മാരകമായ അസുഖത്തിൽ നിന്നോ പ്രയാസത്തിൽ നിന്നോ മാറുക എന്നുള്ളത്, വലിയ മാരകമായ കടത്തിൽ നിന്ന് മാറുക എന്നുള്ളത് ചെറിയ കാര്യമാണോ? അപ്പോൾ അങ്ങനെ കിട്ടുമെന്ന് വിശ്വസിക്കുന്നെങ്കിൽ ഇവർ ശിർക്ക് ചെയ്യൂലേ? കിട്ടിയിട്ടോ ഇന്ന് അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടാമെന്ന് പറയും. എവിടേക്കായി കൊണ്ടുപോകുന്നത്? വിസ്ഡം വിഭാഗമേ, നിങ്ങൾ സത്യത്തിൽ എന്തിനു വേണ്ടിയാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ പിശാചിന് വേണ്ടി വാദിച്ച് എവിടെ എത്തി നോക്കൂ നിങ്ങൾ. ഇതാണ് പിശാചിന് വേണ്ടി സംസാരിച്ചാൽ, അവന് വേണ്ടി വാദിച്ചാൽ എത്തിപ്പെടുന്നത് മഹാ അബദ്ധത്തിലായിരിക്കും. നിങ്ങൾ പറഞ്ഞു കൊടുക്കണ്ടേ അവർക്ക്? ഫൈസൽ മൗലവി പറഞ്ഞു കൊടുക്കണ്ടേ? അങ്ങനെ ശിർക്കിനല്ല, അള്ളാഹു മുമ്പ് നമുക്ക് വരാനുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളും കുട്ടികളും സങ്കടങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നഷ്ടങ്ങളും മുതൽ നഷ്ടവും ഒക്കെ മുമ്പ് അള്ളാഹ് രേഖപ്പെടുത്തി വെച്ചതാ. അതാ സമയത്തും സന്ദർഭത്തും നടക്കുന്നു എന്ന് മാത്രം. അതിൽ അള്ളാഹ്ക്ക് കൂറും പങ്കുമൊന്നുമില്ല. ഒരാളുടെ പ്രവർത്തനം മൂലവുമല്ല പുതുതായിട്ടൊന്നും സംഭവിക്കുകയില്ല. ഒരാളുടെ പ്രവർത്തനം പുതുതായിട്ടൊന്നും സംഭവിക്കില്ല.
മനസ്സിലാകുന്നുണ്ടോ? ഒരു പ്രവൃത്തി ഒരാളും അള്ളാഹുവിൽ നിർബന്ധം ചെലുത്താൻ പറ്റില്ല. ഏത് ലോകത്തുള്ള മുഴുവൻ പിശാചുക്കളും മുഴുവൻ ആളുകളും ഒന്നിച്ചു വന്നാലും ഒരാൾക്കും ഒന്നും ചെയ്തു കൊടുക്കാൻ പറ്റില്ല. അള്ളാഹു മുമ്പ് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതാ സമയത്തും സന്ദർഭത്തും നടക്കുന്നു എന്ന് മാത്രം. അങ്ങനെ വിശ്വസിക്കണം ഒരു മുസ്ലിം. മറ്റുള്ളതൊക്കെ കാരണങ്ങളിലേക്ക് അള്ളാഹു ചില കാരണങ്ങൾ നമുക്ക് പരീക്ഷണമാക്കി മാറ്റും. അപ്പോൾ അയാൾക്ക് വേന്ദ്രജേന്ദ്രജിക്ക് തോന്നിയേക്കാം, ഞാൻ ഇവിടെ പോയി തുലാഭാരം നടത്തി ഇവിടെ ശബരിമലയിൽ പോയപ്പോഴാണ് എനിക്ക് കുട്ടിയെ കിട്ടിയത് എന്ന് അവരുടെ മനസ്സിലേക്ക് പിശാച് തോന്നിപ്പിക്കുന്നു. അങ്ങനെ അവർ പഴിച്ചു പോകുന്നു, അങ്ങനെ അവർ ശിർക്കിലാകപ്പെടുന്നു. അവിടെ ഒരാൾ വിശ്വസിക്കുകയാണെങ്കിൽ അവർ അള്ളാഹിനെ ഓർത്തുകൊണ്ടല്ല, ഇതൊക്കെ എനിക്ക് റബ്ബ് നൽകിയൊരു പരീക്ഷണമാണ്, എനിക്ക് കുട്ടിയെ ആദ്യം കിട്ടേണ്ടതാണ്, ഇന്ന സമയത്ത് എനിക്ക് കുട്ടിയെ കിട്ടും, അത് ഞാൻ ഈ അമ്പലത്തിൽ പോയാലും ബാബായുടെ അടുത്ത് പോയാലും ജാറത്ത് പോയാലും ഇല്ലെങ്കിലും എനിക്ക് കുട്ടിയെ അള്ളാഹ് വിധിച്ചിട്ടുണ്ട്, അത് എനിക്ക് കിട്ടും. എൻ്റെ അടുത്ത് അബദ്ധമാണ്, എനിക്ക് അള്ളാഹു ഒരു പരീക്ഷണം വെച്ചതാണ്, ഞാനത് വിശ്വസിക്കില്ല, എനിക്ക് ശിർക്കിന് പ്രതിഫലം കിട്ടിയതല്ല, എനിക്ക് എൻ്റെ റബ്ബ് ആദ്യം രേഖപ്പെടുത്തി വെച്ചതാണ്. അള്ളാഹ് ഖുർആനിൽ വ്യക്തമായി പറഞ്ഞതല്ലേ എനിക്ക് ലഭിക്കാനുള്ളത്. മക്കളെ കാര്യമാണെങ്കിൽ മക്കളുടെ കാര്യം അള്ളാഹ് പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. കുട്ടികളെ കിട്ടുന്നത് എങ്ങനെയാണെന്നും ആരൊക്കെ കൊടുക്കുമെന്നും ഏതൊക്കെ കുട്ടിയെ കൊടുക്കുമെന്നും എങ്ങനെ കൊടുക്കുമെന്നും കൊടുക്കാതിരിക്കുമെന്നും ഒക്കെ അള്ളാഹു തീരുമാനിച്ച തീരുമാനത്തിൽ മാറ്റാൻ ഏതെങ്കിലും ഒരു ശിർക്കിന് കഴിയോ? ഏതെങ്കിലും ആരോടെങ്കിലും പ്രാർത്ഥിച്ചാൽ കഴിയോ? പൂജിച്ചാൽ കഴിയോ? അള്ളാഹിൻ്റെ തീരുമാനത്തെ മാറ്റാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ അള്ളാഹ് മുമ്പ് രേഖപ്പെടുത്തി വെച്ച കാര്യം അവിടെ നടക്കുന്നു, അത് നമുക്കൊരു പരീക്ഷണമാകുന്നു, സമയങ്ങളും സന്ദർഭങ്ങളും ഒത്തുവരുന്നു. അതിൽ എന്ത് തീരുമാനം എടുക്കണം എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. അവിടെയാണ് നമ്മൾ പിശാചിൻ്റെ വസ്വാസ് വന്ന് നമ്മളെ നരകത്തിലേക്ക് കൊണ്ടുപോകും. ഇവിടെയാണ് ശിർക്കിന് പ്രതിഫലമുണ്ടെന്ന് പറഞ്ഞ് ഉദാഹരണങ്ങൾ സഹിതം പറയണം അദ്ദേഹം. ഇങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചാൽ കിട്ടുന്നില്ലേ, ഇങ്ങനെ കിട്ടിയിട്ടില്ലേ, അതൊക്കെ അള്ളാഹ് കൊടുക്കുന്നതാണെന്ന്. എന്തൊരു കഷ്ടമാണ്. ഒരിക്കലും ശിർക്കിന് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടില്ല. അള്ളാഹ് അല്ലാത്തവർ പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടില്ല. ഈ സമയവും സന്ദർഭവും ഒത്തുവരികയാണിത്. അള്ളാഹു മുമ്പ് രേഖപ്പെടുത്തി വെച്ചതാ. അതാ സമയത്ത് ആ കുട്ടീനെ അള്ളാഹു ഇന്ന സമയത്ത് ഇത്ര സന്ദർഭത്തിൽ ഇന്ന സമയത്ത് കൊടുക്കണമെന്ന് അള്ളാഹ് മുമ്പ് രേഖപ്പെടുത്തി വെച്ചു. ആ കുട്ടി അദ്ദേഹത്തിന് കിട്ടുന്നു, അത്രയേ ഉള്ളൂ. അത് ഇതുകൊണ്ടാണെന്ന് വിശ്വസിച്ചാലോ, ഇങ്ങനെ ശിർക്കിന് പ്രതിഫലം കൊടുത്തുകൊണ്ടാണ് വിശ്വസിച്ച ആളുകൾ പോകൂലേ? ആളുകൾക്ക് ഇപ്പോൾ കുട്ടീനെ കിട്ടിയാൽ എന്ത് കൊടുക്കാനും അത് കഴിഞ്ഞിട്ട് പൊറുക്കലിനെ തേടിയാൽ പോരെന്ന് വിചാരിക്കൂലേ? എന്തൊരു കഷ്ടമാണ് ഇങ്ങനെയൊക്കെ. ഈ ഫൈസൽ മൗലവി നിങ്ങൾ പച്ച ശിർക്കാണ് പറഞ്ഞത്. ഈ രീതിയിലൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ പിന്നിൽ നമസ്കരിക്കാൻ പോലും പാടില്ലെന്ന് പറയേണ്ടി വരും. അത്രയും പച്ചയായ ശിർക്കാണ്. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുള്ളത് ആളുകൾക്ക്? നിങ്ങളൊരു KNM-നോട് ദേഷ്യം ഉണ്ടെങ്കിൽ, മുജാഹിദുകളോട് ദേഷ്യം ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെയാണോ പറഞ്ഞു കൊടുക്കുക? പിശാചിന് വേണ്ടി വാദിച്ച് ഇവിടെയാണോ? അപ്പോൾ എവിടെ എത്തി? അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിച്ചാൽ അള്ളാഹ് ഉത്തരം നൽകുമെന്ന വിശ്വാസം വരെ എത്തി അല്ലേ? ഒരു മനുഷ്യന് വരാനുള്ള കാര്യങ്ങളും ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ബുദ്ധിമുട്ടും നഷ്ടവും ധനനഷ്ടവും മുതൽ നഷ്ടവും അസുഖങ്ങളും പ്രയാസങ്ങളും കുട്ടികളും മക്കളും ഒക്കെ അള്ളാഹ് മുമ്പ് രേഖപ്പെടുത്തി വെച്ചല്ലേ ഫൈസൽ മൗലവി? ഈമാൻകാരിയല്ലേ ഇത്? അതാ സമയത്തും സന്ദർഭത്തിനും അള്ളാഹു നടത്തപ്പെടുന്നു എന്ന് അതിൽ അള്ളാഹ്ക്ക് കൂറുകാരോ പങ്കുകാരനോ ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും അള്ളാഹുവിൻ്റെ മുന്നിൽ എടുത്ത് നിർബന്ധം ചെലുത്താൻ പറ്റുമോ? ഏതെങ്കിലും ഒരു പ്രവർത്തനം മൂലം അള്ളാഹു നിർബന്ധിതനാകുമോ? എന്തെങ്കിലും ഒരു പ്രവർത്തനം മൂലം പുതുതായിട്ട് വല്ലതും ഇവിടെ സൃഷ്ടിക്കപ്പെടുമോ? ഇല്ലല്ലോ. അപ്പോൾ എന്ത് കിട്ടിയാലും നമ്മളത് പറയേണ്ടതല്ലേ? ഇതിൻ്റെ റബ്ബ് എനിക്ക് മുമ്പ് വിധിച്ചതാണ്, അതാണ് വരുന്നത്. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. വിഷമം ബുദ്ധിമുട്ടും പ്രയാസമാണെങ്കിൽ അല്ലെങ്കിൽ അള്ളാഹുവിനെ സ്തുതിക്കണം അല്ലേ? ശുക്രിൻ്റെ സുജൂദ് ചെയ്യണം. അള്ളാഹുവിനെ നന്ദി കേട് കാണിക്കാത്ത രീതിയിൽ നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് ജീവിക്കണം. ഇതിൽ ആർക്കെങ്കിലും കൂറ പങ്കുണ്ടോ? ഏതെങ്കിലും ശിർക്കിന് പ്രതിഫലം കിട്ടുന്നതാണോ? ആരെങ്കിലും പൂജിച്ചാലോ പ്രാർത്ഥിച്ചാലോ അള്ളാഹ് ഉത്തരം നൽകുമോ? പരീക്ഷണമായിക്കൊണ്ട് അതിനല്ല ഉത്തരം നൽകുക. അങ്ങനെ ഉത്തരം കിട്ടൂല. പച്ച ശിർക്ക് പ്രചരിപ്പിക്കുക. എത്ര വിസ്റ്റത്തിലെ ആളുകളാണ് വലിയ താടിയും തെരിയാണ്ട് മേലെ തുണിയൊക്കെ എടുത്ത ഭയഭക്തിയോടുകൂടി ജീവിക്കുന്ന എത്ര വിസ്റ്റം പ്രവർത്തകരായി പച്ച ശിർക്കിലകപ്പെട്ടിരിക്കുന്നു അറിയോ? നിങ്ങൾ പറഞ്ഞു കൊടുത്തു, മനുഷ്യനോട് തേടുന്നത് ജിന്നിനോട് തേടിയാലും ശിർക്കാകൂല എന്ന് പറഞ്ഞു കൊടുത്തു. മനുഷ്യനോട് തേടുന്നത് ശിർക്കാകുന്ന ജിന്നിനോട് തേടിയാലും ശിർക്കാകുമെന്ന് പറഞ്ഞു കൊടുത്തു. മനുഷ്യനെ സംബന്ധിച്ച് അദൃശ്യബോധ്യമായ ജിന്നി പിശാചുക്കളോട് ശിർക്കാകുന്ന തേട്ടുണ്ട് ശിർക്കാകാത്ത തേട്ടുണ്ടെന്ന് പറഞ്ഞു കൊടുത്തു. ആളുകൾ എവിടെ എത്തിച്ചു? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. എന്തൊരവസ്ഥയിലേക്ക് എത്തിച്ചു നിങ്ങൾ. ഇപ്പോൾ ഇതാ ശിർക്കിന് പ്രതിഫലം ഉണ്ടെന്ന് പറഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ ഉദാഹരണം വരെ പറഞ്ഞു കൊടുത്തിരിക്കണം. ഇന്ന ആളുകൾക്ക് ഇന്ന അമ്പലങ്ങളിലും ഇന്ന ദർഗകളിലും ഇന്ന സ്ഥലങ്ങളിലും വിഗ്രഹങ്ങളോടൊക്കെ പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടുന്നില്ലേ, അത് അള്ളയാണ് കൊടുക്കുന്നത് എന്ന്. അതിനാണോ അള്ളാഹ് കൊടുക്കുന്നത്? അതിന് കൊടുക്കുന്ന എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പരിശുദ്ധ ഖുർആൻ്റെ വ്യക്തമായ പിശാചിന് വേണ്ടി നിങ്ങൾ വാദിക്കുന്നു. അള്ളാഹിൻ്റെ വചനത്തെ അള്ളാഹ് അങ്ങനെ കൊടുക്കുമോ? അള്ളാഹ് എന്തെങ്കിലും തീരുമാനത്തെ മാറ്റുമോ? ഏതെങ്കിലും പ്രവർത്തനം കൊണ്ട് പുതുതായി സൃഷ്ടിക്കപ്പെടുമോ? ശിർക്കിന് പ്രതിഫലം കിട്ടുമോ? കിട്ടൂലല്ലോ. അള്ളാഹ് നമുക്ക് എന്താണോ ഉദ്ദേശിച്ചിട്ടുള്ളത് അള്ളാഹ് മുമ്പ് രേഖപ്പെടുത്തി വെച്ചതാണ്, അത് അതേ നടക്കുള്ളൂ. നമ്മൾ അങ്ങനെ വിശ്വസിക്കേണ്ടത്. അല്ല ശിർക്കിന് പ്രതിഫലം ഉണ്ടെന്നല്ല വിശ്വസിക്കേണ്ടത്. അള്ളാഹ് അല്ലാത്തവർ പ്രാർത്ഥിച്ച ഉത്തരം കിട്ടുന്നല്ല വിശ്വസിക്കേണ്ടത്. അള്ളാഹു എനിക്കത് മുമ്പ് രേഖപ്പെടുത്തിയതാണ്. എനിക്കൊരു കുട്ടിയെ പറഞ്ഞു കൊടുക്കണ്ടേ നിങ്ങൾ? അയാൾക്ക് കുട്ടിയെ കിട്ടിയെങ്കിൽ അയാളോട് പറഞ്ഞു, നിങ്ങൾക്ക് ഇത്ര വയസ്സിൽ ഇന്ന സമയത്ത് ഇന്ന മാസത്തിൽ ഇന്ന ദിവസത്തിൽ ഒരു കുട്ടി അള്ളാഹ് നിശ്ചയിച്ചിട്ടുണ്ട്, അത് അള്ളാഹ് തന്നതാണ്, അത് ശിർക്കിന് പ്രതിഫലമല്ല. നിങ്ങൾ അവൾ ഗുരുവായൂർ പോയി തുലാഭാരം നടത്തി കിട്ടിയല്ല, ശബരിമലയെ കെട്ടി കിട്ടിയല്ല, മൊയ്തി ശേഖനോട് പ്രാർത്ഥിച്ച് കിട്ടിയല്ല, മമ്പറം ചാരത്ത് പോയി കിട്ടിയില്ല, ഏർവാടിയിലോ അജ്മീറിലോ പോയിട്ട് അവരോട് തേടിക്കൊണ്ട് കിട്ടിയതല്ല. അതിന് അള്ളാഹ് ഉത്തരം നൽകിയതല്ല. അങ്ങനെ ഉത്തരം നൽകൂല അള്ളാഹു. ഇത് മുമ്പ് രേഖ. അതാ സമയവും സന്ദർഭവും ഒക്കെ ഒത്തുവരുന്നത് നിങ്ങൾക്കൊരു പരീക്ഷണമാണ്. അതിൽ തെറ്റായി നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങൾ നരകത്ത് പോകും. അവിടെ അള്ളാഹിനെ ഓർത്തുകൊണ്ട് ഇത് എനിക്ക് എൻ്റെ റബ്ബ് തന്നതാണെന്നും ഞാൻ ആ ചെയ്ത് തെറ്റാണെന്നും ശിർക്കാണെന്നും വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടേണ്ടതല്ലേ?
ഈമാൻ കാര്യത്തിലല്ലേ പഴുപറ്റുന്നത്? ഫൈസൽ മൗലവി നിങ്ങൾക്ക് പഴിച്ചു പോയി. ഫൈസൽ മൗലവി അന്നേ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, പിശാചിന് വേണ്ടി വാദിച്ചാൽ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവില്ല. പുത്തനത്താണി ദൈവാമി സെൻറ്ററിൽ വെച്ച് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങളുമായി ഞാൻ ഈ വിഷയത്തിൽ ഞങ്ങൾ കുറ്റിപ്പുറത്ത് വന്ന 3-4 ആൾ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാകണമെന്നില്ല. മൊബൈലുകളൊക്കെ ഓഫ് ആക്കിക്കൊണ്ട് നിങ്ങളുടെ എത്രയോ ആളുകളുടെ മുന്നിൽ വെച്ച് പുത്തനത്താണി ദൈവാ മീറ്റിങ്ങിൽ വെച്ച് നിങ്ങളുടെ സെൻറ്ററിൽ വെച്ച് സംസാരിച്ചിട്ടുണ്ട്. അന്ന് നിങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ജിന്നി പിശാചുക്കളോട് തേടുന്നത് ഷിർക്കല്ലാത്ത തേട്ടമുണ്ടെന്നുള്ള ഖുർആനിൽ നിരവധി ആയത്തുണ്ടെന്ന് നിങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇത് അതിനുശേഷം എത്രയോ കഴിഞ്ഞാണ് പിന്നെ നിങ്ങൾ ആയത്തൊക്കെ ഓതിയത്. അള്ളാഹു നിങ്ങൾക്ക് ഹിദായത്ത് നൽകട്ടെ, ഞങ്ങളെ ഹിദായത്തിൽ ഉറപ്പിച്ചു നിർത്തട്ടെ. പ്രാർത്ഥിക്കണം മൗലവി, പ്രാർത്ഥിച്ചോളി. അള്ളാഹിൻ്റെ പ്രവാചകനാണ് പ്രാർത്ഥിക്കാൻ പറഞ്ഞത്. പ്രവാചകൻ ഇഷ്ടം പോലെ പ്രാർത്ഥിച്ച് കാണിച്ചു തന്നിട്ടുണ്ട്. ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന റബ്ബേ, എന്നെ ഒരു പടച്ചവനെ എൻ്റെ ഹൃദയത്തിൽ നീ ഇസ്ലാം ദീനിൽ ഉറപ്പിച്ചു നിർത്തണേ എന്ന് നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു അല്ലേ? എത്ര തൗഹീദ് പറഞ്ഞവരും പിശാചിന് ഏറൂല മൗലവി. സൂക്ഷിച്ചോളി, ഞാനും നിങ്ങളോടൊപ്പം സൂക്ഷിക്കണം. ആ പ്രാർത്ഥന അല്ലാഹുമ്മ മുക്കല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക് പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കണം മൗലവി. 100 കൊല്ലം 10-70 അമ്പലത്തിൽ പ്രസംഗിച്ചു, 100 കൊല്ലം പ്രസംഗിച്ചു, എത്രയോ തൗഹീദ് നടത്തി, എത്രയോ തൗഹീദ് പ്രഭാഷണം. അവരാണ് കൂടുതൽ സൂക്ഷിക്കേണ്ടത്. പിശാച് അവരെയാണ് കൂടുതൽ കൂടുതൽ പഴപ്പിക്കാൻ നോക്കുക. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അതുകൊണ്ട് നിങ്ങൾ തെറ്റ് തിരുത്തി കൊടുക്കണം. ഷിർക്കിന് പ്രതിഫലനമല്ല, അള്ളാഹ് മുമ്പ് രേഖപ്പെടുത്തി വെച്ചത് ആ സമയം സന്ദർഭമൊക്കെ അനുസരിച്ച് അള്ളാഹ് നൽകുന്നതാണ്. അല്ലാതെ ഏതെങ്കിലും മരിച്ചവരോടോ ജാറങ്ങളിലോ അമ്പലങ്ങളിലോ ദർഗകളിലോ പോയി പ്രാർത്ഥിക്കുമ്പോൾ ആ ഷിർക്കിന് ഉത്തരം കിട്ടൂല. അങ്ങനെ കിട്ടുമെന്ന് വിശ്വസിച്ചാൽ ഷിർക്കായി പോകും, മുശ്രിക്കായി ചത്തുപോകും. പറയാതിരിക്കാൻ വയ്യ. അത് ഏത് മൗലവിയാണെങ്കിലും ഏത് പ്രസ്ഥാനമാണെങ്കിലും. പ്രസ്ഥാനത്തിനല്ല ഷിർക്ക്. ഇന്ന മെമ്പർഷിപ്പ് ഉള്ളവർ ഇന്ന പ്രസ്ഥാനത്തിനുള്ളവർക്ക് ഷിർക്ക് വരില്ല എന്നൊന്നുമില്ല. എല്ലാവർക്കും ഒരുപോലെയാണ് ആ വിഷയം. അതുകൊണ്ട് നിങ്ങൾ എന്താ പറഞ്ഞു കൊടുക്കേണ്ടത്? അത് അള്ളാഹു നിനക്ക് ഇന്ന സമയത്ത് ഇന്നൊരു കുട്ടി, ഇന്നൊരു അസുഖം, ഇന്നൊരു പ്രയാസം, ഇന്നൊരു ബുദ്ധിമുട്ട്, അത് അള്ളാഹ് മുമ്പ് രേഖപ്പെടുത്തി വെച്ചതാ. പേനകൾ ഉയർത്തപ്പെട്ടതാ, മഷി ഉണങ്ങിയതാ. അത് സംഭവിക്കും. അല്ലാതെ ഒരു പ്രവർത്തനം കൊണ്ട് പുതുതായിട്ടൊന്നും സൃഷ്ടിക്കൂല. അള്ളാഹ് ഒന്നിലും നിർബന്ധിതനാകൂല. അതുകൊണ്ട് നീ അങ്ങനെ വിശ്വസിക്കരുത്. അത് നിനക്കൊരു പരീക്ഷണമാണ്. അങ്ങനെ ആരെങ്കിലും പറഞ്ഞു തരികയോ ചെയ്യുകയാണെങ്കിൽ, ഇനിയിപ്പോൾ അങ്ങനെ ചെയ്തിട്ട് കിട്ടുകയാണെങ്കിൽ നീ അള്ളാഹിനോട് പൊറുക്കലിനെ തേടണം, വിശ്വാസം മാറ്റണം. അതുകൊണ്ടെല്ലാം നീ വിശ്വസിക്കണം. എൻ്റെ റബ്ബിനെ പരീക്ഷിച്ചതാണ്, അള്ളാഹു എനിക്ക് പുറത്തു തരണമേ എന്ന് പറഞ്ഞു കൊടുക്കാൻ പറയണം. അള്ളാഹു നീ വിധിച്ചതാണ് എനിക്ക് തന്നിട്ടുള്ളത്. ഞാൻ എവിടെയെങ്കിലും ഷിർക്ക് ചെയ്തിട്ട് എനിക്ക് നീ പ്രതിഫലം തന്നതല്ല, നീ എന്നിൽ വിധിച്ചു, അത് നീ എനിക്ക് തന്നു, അൽഹംദുലില്ലാ എന്ന് പറയണം. അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടണം. അതുകൊണ്ട് ഫൈസൽ മൗലവി, നിങ്ങൾ അള്ളാഹിനെ ഓർത്തി പാവപ്പെട്ട നിങ്ങളൊക്കെ പറയുന്നത് സത്യം എന്ന് വിശ്വസിക്കുന്ന എത്ര ആളുകളുണ്ടെന്നറിയോ? ഇപ്പോഴും ഇതിനു വേണ്ടി വാദിച്ച് നടക്കുന്ന വിസ്തത്തിൽ ഒരുപാട് ആളുകൾ. അവർക്ക് അറിയുന്നുണ്ടോ അവർ പച്ച ഷിർക്കാണ് ഈ പറഞ്ഞത് വിശ്വസിക്കുന്നതെന്ന്? അറിഞ്ഞുകൊണ്ടല്ലല്ലോ ഒരു മനുഷ്യനും ഷിർക്ക് ചെയ്യുന്നത്. പിന്നെ അയാൾക്ക് ഷിർക്ക് കിട്ടുന്ന എന്തുകൊണ്ടാണ്? ശിക്ഷ കിട്ടുന്ന അയാളുടെ നിഷേധവും സത്യത്തോടുള്ള നിഷേധവും അഹങ്കാരവും ഒക്കെ അല്ലേ? അവരൊക്കെ ഇത് സത്യമാണെന്ന് വിശ്വസിച്ചിട്ടാണ് ഇതിൻ്റെ കൂടെ നിൽക്കുന്നത്, നിങ്ങളെ കൂടെ നിൽക്കുന്നത്. അവർ സത്യം മനസ്സിലാക്കാനും അവർക്ക് പറ്റുന്നില്ല. അവർ അഹങ്കരിച്ച് തള്ളിക്കളിയാണ് സത്യത്തെ, അള്ളാഹിൻ്റെ വചനത്തെ. വല്ലാത്തൊരു കഷ്ടമാണ്. നിങ്ങൾ ഈ പാവങ്ങൾ എന്തിനാണ് നിങ്ങൾ നരകത്തിൽ കൊണ്ടുവന്ന് ഫൈസൽ മൗലവി? അതുകൊണ്ട് സത്യം പറഞ്ഞു കൊടുക്കുക. ഞാനീ പറഞ്ഞതിൽ എന്തെങ്കിലും അബദ്ധം ഉണ്ടെങ്കിൽ ഇവരുള്ളവർക്ക് തിരുത്തിത്തരാം, എനിക്ക് സമ്മതമാണ്. ഫൈസൽ മൗലവി, ഞാനീ പറഞ്ഞതിൽ എന്തെങ്കിലും അബദ്ധം ഉണ്ടെങ്കിൽ നിങ്ങളടുത്ത് നേരിട്ട് നിങ്ങളടുത്ത് വരാം. ഞാനീ പറഞ്ഞ അബദ്ധമാണ്, തെറ്റാണെങ്കിൽ തിരുത്താം. ഇനി നിങ്ങൾ അങ്ങനെയല്ല വിശ്വസിച്ചതെങ്കിൽ, നിങ്ങളുടെ വാക്കിന്ന് അങ്ങനെ കൂട്ടിമാറ്റിയതാണെങ്കിൽ നിങ്ങൾ പറഞ്ഞോളൂ. ഒന്നും ആരോപിക്കുന്നില്ല നിങ്ങളുടെ പേരിൽ ഞാനീ പറഞ്ഞൊന്നും തെറ്റല്ലെങ്കിൽ, നിങ്ങളുടെ പേരിൽ പറഞ്ഞ തെറ്റാണെങ്കിൽ തീർച്ചയായിട്ടും പരസ്യമായിട്ട് ഞാൻ മാപ്പ് പറയാം. മുജാഹിദ് പ്രസ്ഥാനം മാപ്പ് പറയാൻ തയ്യാറാണ്. നിങ്ങളുടെ പേര് ഇല്ലാത്ത ഒന്നും ആരോപിക്കില്ല നമ്മൾ. പക്ഷേ നിങ്ങൾ വാക്കിന്ന് അങ്ങനെയാണ് വന്നത്, അതുകൊണ്ടാണ് ഇത് പറയാൻ കാരണം. ഇനി നിങ്ങൾ അങ്ങനെ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് തിരുത്താം. തീർച്ചയായിട്ടും ഞാൻ തിരുത്തി വീഡിയോ ഇടാനും തയ്യാറാണ്. ഒരിക്കലും ഒരാളെയും തെറ്റിൽ ഉറപ്പിച്ചിരുന്ന പരിപാടിയില്ലല്ലോ. അതുകൊണ്ട് അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.